വന്നവാടെ ചേച്ചി കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്ന കണ്ടോ? ചേച്ചി കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി അപ്പൂപ്പനെ കണ്ടപ്പോ തന്നെ. 2 ആഴ്ച കൂടി അപ്പൂപ്പനെ കാണുന്ന സന്തോഷം. കാലിലെ മാറിയില്ലേതാ? എന്റെ കാലും ചെറുതായിട്ട് അവിടെ വെച്ച് മുറിഞ്ഞായിരുന്നു. ഇനി അച്ഛനോടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ എരുമേലിൽ വന്നാണ്. ഇനി അച്ഛനെ എല്ലാവരും കൊണ്ടുവന്ന് കാണിക്കുക. അപ്പൂപ്പ 2 ആഴ്ച കണ്ടില്ലല്ലോ. നോക്കിയേ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടോ? അപ്പൂപ്പ ലൈറ്റ് എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടോ? കഥ ഇട്ട കാര്യം, വണ്ടി മേടിച്ച കാര്യം വണ്ടി മേടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ടോ? പൊന്നിന് പോപ്പോണ്ടി മേടിച്ചത് വേണ്ട. പൊന്നിന്റെ പോപ്പോണ്ടി പോപ്പോണ്ടി കാണിച്ചേ അപ്പൂപ്പേ. അപ്പൂപ്പന്റെ പൊന്നിന്റെ പോപ്പോണ്ടി കാണിച്ചേ. കാണിച്ചേ. പൊന്നോട് വെച്ച കാര്യമൊക്കെ അപ്പൂപ്പോട് പറഞ്ഞു കൊടുത്തല്ല വന്നേ. പൊന്നിന്റെ അപ്പൂപ്പയാണോ? ഇതൊക്കെയോ പറയണം പുള്ളിക്ക്. പറയാ അപ്പൂപ്പ കുറച്ച് സാധനമൊക്കെ മേടിച്ചോണ്ടാ വന്നേക്കുന്നത്. എന്റെ വാളൊന്നും നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കുഞ്ഞുവാവിക്ക് മാത്രം മേടിച്ചോണ്ട് വന്ന ആളാ. പണ്ട് വീട്ടിലെ കുഞ്ഞുവാവ ഞാനായിരുന്നു, അബിയില്ലാത്ത. അല്ല, അബി ഇല്ലാത്തപ്പോ ഈ വീട്ടിലെ കുഞ്ഞാവ ഞാനായിരുന്നു. അപ്പൊ അബി ഔട്ടായി, ഞാനും ഔട്ടായി. ഇപ്പൊ ഇന്നെ ഇരിക്കുന്നത് കേശുവാ. നോക്കാതെ പഴം പച്ചപ്പഴം കൊണ്ടുവന്നു. 2 പൊതി. എന്താ നോക്കട്ടെ? പച്ച മുന്തിരിങ്ങ, പച്ചമുന്തിരി, ആപ്പിള്, പഴം. മറ്റേ പൊതിയിലെന്താ? ഓ ഗാഡ്, ഇന്ന് ഞാനൊരു പൊളിക്കും. പൊറോട്ടയും ചിക്കനും ചാറും. നേരത്തെ ചെന്ന് മേടിച്ചോണ്ട് വരുമായിരുന്നു. മറ്റേ അരിമേലായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങനെ വലിയ പുറത്തുനിന്ന് അങ്ങനെയൊന്നും വലിയ കഴിപ്പൊന്നും ഇല്ല. പിന്നിപ്പം ഇന്ന് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ കൊണ്ടുവരാൻ ദേവ് എന്നോട് ദേഷ്യപ്പെട്ടു. അമ്മ കാരണം കൊണ്ടുവരാനെ. അമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഞങ്ങളൊന്നും വേണ്ട, ഞാനായിട്ടൊന്നും പറയണ്ട, കൊടുത്തേക്കാം. അവനാണെങ്കിൽ പഴം കൊണ്ടുവന്നപ്പോ അവനത് പൊളിക്കണം, അവന് പഴം തിന്നണം. തരാം. കേട്ടോ, ഇതാണ് അവന്റെ കാര്യം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിങ്ങനെയാണ്. അതെ, ഏട്ടാപ്പനാണെ ഒരു ചെറിയ പനിക്കോളാ, അത് കാരണം പിന്നെ ഞങ്ങൾ നേരത്തോട്ട് ഇങ്ങനെയാണ്. അതിനിടയ്ക്ക് ദേവൊരു ചുരിദാർ പറ്റുകാരും പറഞ്ഞില്ലേ, നമ്മള് വാങ്ങിച്ച ചുരിദാറൊന്നും ഇഷ്ടപ്പെട്ടില്ല, പോയി മാറി മേടിച്ച്. മേടിച്ചെന്തിയെ? 2ാമത് മേടിച്ചെന്തിയെ? കാണിച്ചേ ഒന്നും കാണിക്കാലോ. എടുക്കമ്മേ, അതോടെ കാണിക്കാലോ. കേശു പുന്നാരി പഴം ചീഞ്ഞു പുന്നാരിയായിരുന്നോ? കേശു അപ്പൂപ്പയോട് കഥ പറയാ. 2 ആഴ്ചത്തെ കഥ പറയാനുണ്ട്. ക്ഷീണമൊന്നുമില്ല, പോച്ചാ അവിടുന്ന്. തക്കുർ പഞ്ചാരയാ. ഓ, ഇത് സാരിയാണ്. ചോപ്പ്. പക്ഷെ ഇത് കല്യാണത്തിനൊന്ന് വിടാനായിട്ട് ഉണ്ടോ? നല്ല ടോപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണം കേട്ടോ. ഇതൊന്നും അന്നേരം അവന്മാര് കാണിച്ചില്ല. എവിടെ ഇരിക്കുന്നത്? താഴെയോ? ആ സൈഡിലോ? പിന്നെ വേറെ എന്നാ മേടിച്ചത്? ഏട്ടപ്പിന് നാളെ ഇടാനുള്ള ഷർട്ടാണ്. പെണ്ണല്ല, പെണ്ണ് കാണൽ ചടങ്ങോ? ആർക്കും ഒരു വീട് കാണാൻ പോവണം. ഇത് കുഞ്ഞാപ്പിക്ക് ബനിയൻ മേടിച്ചു.
ഒരു കുഞ്ഞു ബനിയൻ, ഒരു കുഞ്ഞു ബനിയൻ, 2 കുഞ്ഞു ബനിയൻ മേടിച്ചു. മേടിച്ചോളൂ. ഇന്ന് ഞങ്ങൾ പോയി മേടിച്ചതാണേ. ദേവ് എനിക്ക് ഇന്നലെ ചുരിദാർ മേടിച്ചു. ആ അതിന്റെ ഷാളും പാൻറ്റും ഒക്കെ കൊടുത്തോ? അതും എല്ലാം മാറി. ഷാളും മേടിച്ചു. രണ്ടുപേർക്ക് മാറി മാറി ഇടാം. അതാണ് ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കവലയ്ക്ക് പോകുന്നു പറഞ്ഞിട്ട് മേടിച്ചത്. ദേവ് എനിക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഭയങ്കര മടക്കാൻ. ഇവിടെ ഒരാള് പഴം തിന്നാൻ വേണ്ടി കിടന്ന് ഇതൊക്കെയാ ഞങ്ങളുടെ സന്തോഷം. അല്ല ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഇതൊക്കെ മതിയല്ലേ, ഇതല്ലേ സന്തോഷം. ഞങ്ങൾക്ക് ഇതൊക്കെയാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അല്ലാതെ കുറെ ഇങ്ങനെ കയ്യിൽ എടുത്തു വെച്ചുള്ള പരിപാടി ഒന്നുമില്ല. കൊണ്ടുവരിക, എല്ലാവരും കൂടി കഴിക്കുക, എടുക്കുക. എന്റെ അവനെ ഇളക്ക വായിട്ടോ. ഇതാണ് കുഞ്ഞുങ്ങളെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ആ സ്നേഹം ഉണ്ട്. ആരെങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. 2 ആഴ്ച കൂടി അവന്റെ അപ്പൂപ്പനെ കണ്ടപ്പോ അവന്റെ ഒരു കളി കണ്ടോ, കണ്ടപ്പോ തന്നെ അവനെ സ്നേഹം നിൽക്കുക. നിങ്ങളൊക്കെ കുടുംബത്തും കുഞ്ഞുങ്ങളും എല്ലാവരും ഒക്കെ ജീവിക്കുന്നവരല്ലേ. എല്ലാരും ഇതുപോലെ ഒന്നിച്ച് സന്തോഷമായിട്ട് വേണം ജീവിക്കാൻ. എല്ലായിടത്തും ഉണ്ടാവും. അതെ, ഇന്ന് ഞാൻ ചുരിദാറിന്റെ കാര്യത്തിൽ പിണങ്ങിയ പോലെ. ഞാൻ ഇന്നലെ കൊണ്ടുവന്നപ്പോ മൈൻഡ് പോലും ചെയ്തില്ല. അതല്ല, പച്ചക്കറി മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടിട്ട് പച്ചക്കറി മേടിക്കാതെ ഞാൻ ചുരിദാർ മേടിച്ചോണ്ട് വന്നപ്പോ മോന്റെ അങ്ങ് മാറി ഗൈസ്. എപ്പോഴും വീട്ടിലെ ഇവരോട് പച്ചക്കറി മേടിക്കാൻ പറ്റും. ഇവര് പച്ചക്കറി ഇപ്പഴാ കത്തി വന്നത് അപ്പൂപ്പേ. ഇനിയിപ്പൊ 2 ദിവസം അച്ഛൻ തിങ്കളാഴ്ച പോവുള്ളൂ. തിങ്കളാഴ്ച ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വേണം സ്ഥലത്തിന് പോകാൻ. അപ്പൂപ്പന്റെ പൊന്നാരെ പൊന്നല്ലേ, തക്കുടു വാവല്ലേ, അപ്പൂപ്പന്റെ വാവാച്ചി പൊന്നാണ്. കേശു പൊന്നല്ലേ, കേശു 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 പൊന്നല്ലേ, തക്കുടു പൊത്താന്, അപ്പൂപ്പന്റെ വാവ പൊന്നാണ്. പാട്ട് കേൾക്കാനിട്ടായിരുന്നു കൊച്ചി. വയ്യ എന്നെ ചിരിയായില്ലേ, എന്നെ ചിരിയായി. ഓ വിക്കി പോയി. ഓ വേണ്ട വേണ്ട വേണ്ട. ഓ അതിപ്പോഴത്തെ പുതിയ കളിയാ. ഓ ആരെ കേശു? കേശു അപ്പൂപ്പ വന്നോ പൊന്നിന്റെ? ആപ്പിലെനിച്ചാണ് ഇതെല്ലാം എനിച്ച് അപ്പൂപ്പ കൊണ്ടുതന്നെയാണ്. ആപ്പിൾ എടുത്ത് താഴെ കളഞ്ഞു. ഒരാപ്പിൾ താഴെ പോയി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സന്തോഷമൊക്കെയാണ്. ഞായറാഴ്ചയാണ്. ഇനിയിപ്പം എല്ലാവരും രാവിലെ എന്നൊക്കെ എഴുന്നേക്കത്തൊക്കെ ഉള്ളൂ. എല്ലാവരും കിടന്നൊക്കെ ഉറങ്ങും. ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്. 2 ദിവസം ഉറക്ക ക്ഷീണം മൊത്തം കിടക്കുക. അതെ, എനിക്ക് നാളെ വേണമെന്ന് ഉറങ്ങി തീർക്കാൻ. നാളെ അത് ഉറങ്ങി തീർക്കുമെന്ന് പറഞ്ഞത്. എനിക്ക് ആ സാധാരണ എഴുന്നേക്കത്തൊക്കെ എന്നെ 8 മണിയാവാ തോന്നരുത്. അവളെ 8 മണിക്ക് വിളിക്കല്. ഇപ്പം 5 മണി നമ്മളെ എഴുതി വിളിച്ചോളൂ. അവിടെ കുഴപ്പമില്ല. ഇപ്പം വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് എന്റെ മുഖത്ത് മാന്നിട്ട് എന്നോട് ടാറ്റ പോകാൻ. ടാറ്റ പോണോടാ. എങ്ങനെ അങ്ങനെ ഞങ്ങളുടെ സന്തോഷം ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ. അതെ, നിങ്ങളുടെ സന്തോഷം ഇങ്ങനെയാണോ എന്നൊക്കെ പറയണം. ഞങ്ങളുടെ സന്തോഷം ദേ ഇരിക്കുന്നു. ഞങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. ഹായ്. അച്ഛൻ ഇല്ലാഞ്ഞിട്ട് എല്ലാരും ചോദ്യമായിരുന്നു, അച്ഛൻ എവിടെ? ഞങ്ങൾ അച്ഛനെ കൊണ്ട് കളഞ്ഞോന്ന് വരെ ഷൗട്ടായി എല്ലാവർക്കും.
ഇനിയിപ്പോ ഞങ്ങൾ അവിടെ അച്ഛനെ വരുകൊണ്ട് അഭയമന്ത്രത്തിലാക്കി. ഓ എന്റെ ദൈവമേ, ഇനി അങ്ങനെ കൂടെ പറ. പോരാത്ത ആൾക്കാരാ. അതെ. നല്ല അന്തസ്സായിട്ട് എരുമയിലായിരുന്നു പറയാ. ഞാൻ എരുമേലിയിൽ ജോലി ചെയ്യുന്നു. MBS കോളേജിൽ തൊട്ട് താഴെ തുമ്പഴിപ്പണി നിർമ്മാണത്തായി. ഞങ്ങൾ പോകാൻ തുടങ്ങി. അതെ, അപ്പം എല്ലാവർക്കും ടാറ്റാ.